വികസനത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ താല്പര്യപൂർവമായ നിലപാടും ഇതിൽ വ്യക്തമാകുന്നുണ്ട്. 1800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ നിലമ്പൂരിൽ നടന്നത്. ഇനി ഒരു വർഷമേ ഉള്ളൂ. ആ ഒരു വർഷത്തിനിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കാനും ഏറ്റവും നല്ലത് ഇടതുപക്ഷ MLA വിജയിക്കുകയാണ് എന്ന ഒരു പൊതുബോധം സമൂഹത്തിലുണ്ട്. ഞാൻ തന്നെ ചില ആളുകളെ സന്ദർശിച്ചപ്പോൾ അവരെന്നെ എന്നോട് പറയണ്ടായി, ഇത് പ്രധാനമാണ്, ഇത് നിങ്ങൾ പറയണം. അതാണ് എന്നോട് പറയേണ്ടത്. ഞാനെപ്പോഴും രാഷ്ട്രീയ മുന്നിലേക്ക് വയ്ക്കുക. എന്നാലും ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ സ്വരാജ് ജയിക്കുന്നത് ഈ ഇന്നത്തെ നിലയ്ക്ക് നിലമ്പൂരിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ ഘടനയിൽ ആപത്കരമായ ചേരിതിരിവുകൾ രൂപപ്പെട്ടു വരികയാണ്. വല്ലാത്ത അകലം മനുഷ്യർ തമ്മിലുണ്ടാവാൻ ഇടയാക്കുന്ന ഒരുപാട് ലോക സാഹചര്യം തന്നെയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഒരു അന്തരീക്ഷം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നമുക്കൊന്നും അത്ര സന്തോഷം പകരുന്നില്ല. ഇപ്പോൾ യുദ്ധഭീതി, അതിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഒട്ടേറെ സാമൂഹ്യ വിഷയങ്ങൾ, സാമൂഹ്യ പ്രതിഫലനങ്ങൾ, അത്യന്തം സംഘർഷ നിർഭരമായൊരു അന്തരീക്ഷമാണ്. അത്തരം അന്തരീക്ഷത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇടതുപക്ഷം ഒരു ആശ്വാസമാണ്. കാലുഷ്യത്തിൻ്റെ വഴികളിലല്ല, കാരുണ്യത്തിൻ്റെ വഴികളിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിക്കേണ്ടത്. അതിന് സമാധാനം നിലനിൽക്കണം. അപ്പോൾ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേ നാട്ടിൽ നമുക്ക് സമാധാനം നിലനിർത്താനാവൂ എന്ന തിരിച്ചറിവുകൂടി നിലമ്പൂരിലെ സാധാരണ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം. തെരഞ്ഞെടുപ്പിൽ ഒരു ശരി വഴി നമ്മൾ സ്വീകരിച്ച് ആളുകളെ സമീപിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷ അനുകൂലികളല്ലാത്ത ധാരാളം. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും സ്വീകാര്യമായ അനുഭവമാണ്. ഞങ്ങളിതിൽ പറഞ്ഞു തന്നെയാണ്, ഇടതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരല്ലാത്ത ജനങ്ങളൊക്കെ എല്ലാവരും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സഖാവ് സ്വരാജിനെ പിന്താങ്ങണം. ആ നിലയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിത്വവും ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിനും നല്ല സ്വീകാര്യത ഇപ്പോൾ കിട്ടുകയാണ്. അപ്പോൾ സ്വരാജിൻ്റെ വിജയം സുനിശ്ചിതമാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ അനുഭവങ്ങളാണ് ഇന്നത്തെ ഗൃഹസന്ദർശന പരിപാടികളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോഴാണ് രാഷ്ട്രീയമായി വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും പറയാനാവാതെ രാഷ്ട്രീയ അവസരവാദം മാത്രം രൂപപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കടമ്പ കടക്കുക എന്നതിനപ്പുറമുള്ള യാതൊരു വീക്ഷണവുമില്ലാത്ത UDF ആ തിരഞ്ഞെടുപ്പിലെ ലാഭം അതുപയോഗിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാനാവുമോ എന്നന്വേഷിക്കുന്ന കൈകാര്യം ചെയ്ത എളുപ്പവഴികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ സ്വീകാര്യത ഇടതുപക്ഷത്തിന് കൂടുതലായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഈ നിങ്ങൾ നൽകുന്ന ഈ പിന്തുണയോട് 100% നീതി പുലർത്തിക്കൊണ്ടായിരിക്കും സ്വരാജിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ മുൻകൈകളും, വികസന മുൻകൈയും അതുപോലെ തന്നെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും എന്നത് ഉറപ്പാക്കാനാവും. അതോടൊപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഇടതുപക്ഷ വിജയ സാധ്യതയെ എല്ലാവരും സഹായിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. UDF മുന്നോട്ട് വെച്ച തിരസ്കരിക്കേണ്ട രാഷ്ട്രീയ സമീപനത്തെ, രാഷ്ട്രീയ നിഷേധാത്മകതയെ നമുക്ക് ജനങ്ങൾ നിരാകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സ്വീകരിച്ച തീവ്ര വർഗീയ അനുകൂല നിലപാടുകളെയും നിലമ്പൂർ തള്ളിക്കളയും എന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ നമ്മൾ ഏതാണ്ട് 4 മണിയോടെ എടുക്കുകയാണ് ഈ സന്ദർഭങ്ങളിലെ അനുഭവങ്ങളെന്നാണ് പൊതുവെ താഴെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് നിങ്ങളുമായി ഒന്ന് പങ്കുവച്ചേക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ നിലയിൽ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത്.